നമസ്കാരം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതങ്ങളുടെ കടന്നുവരവ്, മതനിയമങ്ങളുടെ കടന്നുവരവ് വലിയ അപകടം തന്നെയാണ്. എനിക്കും നിങ്ങൾക്കും അറിയാം. ഞാൻ +2-ലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് സുവർണ കാലഘട്ടമാണ്. എല്ലാ മതത്തിലും പെട്ടുന്നവർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു, ഒരുമിച്ച് കളിച്ച് എന്ത് രസകരമായ രീതിയിലാണ് മുമ്പോട്ട് പോയിരുന്നത്. ഇപ്പോഴും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ പോയിരുന്നത്. അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ ചില സംഘടിത ശക്തികൾ ബോധപൂർവം ഇഷ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. +2-ലൊക്കെ പഠിക്കുന്ന മുസ്ലിങ്ങളായ പെൺകുട്ടികൾ അവരുടെ യൂണിഫോമിൻ്റെ തന്നെ ഭാഗമായ നിറത്തിലുള്ള ഒരു ഷോള് ഇതേപോലെ നമുക്ക് പെൺകുട്ടികളെ, മുസ്ലിം കുട്ടികളെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇങ്ങനെയായിരിക്കും അവർ ഷോൾ ഇടുന്നത്. മറ്റു കുട്ടികൾ ഇങ്ങനെ ഷോൾ ഇടുന്ന സമയത്ത് ഈ ഷോള് അവരിങ്ങനെയാണ്. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാം. എന്താണ്, വളരെ സൗകര്യമുണ്ട്. ഇങ്ങനെ എടുത്ത് ഒന്നിട്ട് കഴിഞ്ഞാൽ തട്ടമാണ് അല്ലേ. എന്നിട്ട് ഈ ഒരറ്റം എടുത്തിട്ട് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ പഠിച്ചിരുന്നത്. വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷേ അതിലൊരു ഭംഗി ഉണ്ടായിരുന്നു. അവരുടേതായ ഒരു രീതി നമുക്കതിൽ കാണാമായിരുന്നു. ഒരുപക്ഷെ കുറച്ച് കൂടുതൽ അടക്കവും ഒതുക്കവും ഒക്കെ ഉള്ള പെൺകുട്ടികൾ അവരായിരുന്നു എന്ന്, പക്ഷേ ഇത് ഒരു വിവാദമായാലും ഇല്ലേലും അതൊരു യാഥാർത്ഥ്യവുമായിരുന്നു. സൗഹൃദത്തിൽ വളരെ മനോഹരമായ എത്രയോ പേരുടെ പേര് അങ്ങനെ തന്നെ ഓർത്തെടുക്കാനുണ്ട്. അന്നൊന്നും ആരും ഹിജാബ് ഇങ്ങനെ മുഴുവൻ മറച്ചിട്ടുള്ളത് ധരിച്ച് ഞാൻ കണ്ടിട്ടില്ല. വളരെ ചുരുക്കമായി ചിലപ്പോൾ 1-2 പേര്. അതാരും എതിർക്കാനും അന്ന് വന്നിരുന്നില്ല. പക്ഷെ യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് നിർബന്ധപൂർവം ഒരു യൂണിഫോമിന് ഒരു സ്ട്രക്ചർ ഉള്ളപ്പോൾ അതിൽ ഹിജാബിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് അതിന് സംഘടിതമായ ഒരു സംഘടന, നിരോധിക്കപ്പെട്ട ഒരു സംഘടന, പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ SDPIക്ക് പ്രത്യേകിച്ച് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് അവരെ ഒന്ന് ബ്രാൻഡ് ചെയ്യിപ്പിക്കാൻ തന്നെ ആണോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ വൈകുന്നേരം ചർച്ചയ്ക്ക് SDPIയുടെ പ്രതിനിധീകരിക്കുന്നു. ഒരു കാലത്ത് എവിടെ പോയെന്ന് പോലും അറിയാൻ വയ്യായിരുന്ന ആളുകൾ വന്നിരിക്കുന്നു, അവർ സംസാരിക്കുന്നു. അങ്ങനെ ആ സംഘടന ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെട്ടു, താങ്കൾ പറഞ്ഞത് സർക്കുലറാക്കി ഇറക്കുക. താങ്കൾ പറഞ്ഞത്, അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഹിജാബ് ആ കുട്ടിയുടെ മതസ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന ഭാഗമാണ്, അത് അനുവദിച്ചു കൊടുക്കണം. ഇങ്ങനെ അനുവദിച്ചു കൊടുത്തു വന്നാൽ SDPI പറയുന്നു അത് സർക്കുലറാക്കി തരാൻ പറഞ്ഞാൽ, നാളെ ഒരു കുട്ടി ആവശ്യപ്പെടുകയാണ് എനിക്ക് എൻ്റെ റിലീജിയസ് പ്രാക്ടീസിൻ്റെ തന്നെ ഭാഗമായ, ഇത് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമല്ല, 2018 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൃത്യമായ ഉത്തരവുണ്ട്, ഹിജാബ് യൂണിഫോമിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് യൂണിഫോമായിട്ട് തന്നെ ഇരിക്കട്ടെ, ഹിജാബ് ധരിക്കണമെന്ന് പറയുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് കോടതി കണ്ടെത്തിയ നിരീക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടത് മതപണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം തേടിയതിനു ശേഷം, അതിന് ഞാൻ ആവർത്തിച്ച് പറയുന്നു, അതിൽ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത്, നിസ്കാരം, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ള പരിപൂർണമായ വിശ്വാസം, ഈ 5 ഘടകങ്ങൾ, അതിൽ 2 കൂടി ഉണ്ട്. ഇങ്ങനെ 5 ഘടകങ്ങൾ മാത്രമാണ് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്. അതിന്റെ ഭാഗമായി ഈ പറയുന്ന ഹിജാബ് വരുന്നില്ല എന്നുള്ളത് കോടതിയുടെ കൃത്യമായ നിരീക്ഷണമായിരുന്നു. ഇതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ വിദ്യാഭ്യാസം, അദ്ദേഹത്തിന് കോടതിയൊന്നും വിഷയമല്ല. കാര്യം അദ്ദേഹം ആദ്യം പക്ഷെ പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല. ഈ കോടതി മുമ്പ് 2018 എന്താണോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ അതേ അഭിപ്രായം പറഞ്ഞ കക്ഷി ആരൊക്കെയോ കണ്ണുരുട്ടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അഭിപ്രായമാണ് സാധ്യത കൂടുതൽ. കാര്യം SFIയുടെ സംസ്ഥാന പ്രസിഡന്റും ഇന്ന് അതേ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ് എന്തിനാണ് മതപ്രീണനം നടത്തി ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ അനാവശ്യമായി വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ ആരാധനാ സ്വാതന്ത്ര്യം, വിദ്യാലയത്തിലെ ആരാധനാ സ്വാതന്ത്ര്യം, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ മുറി വേണം എന്നൊരു പേരന്റ് ആവശ്യപ്പെടുന്നു എന്നിരിക്കട്ടെ. സ്വാഭാവികമായിട്ടും അതിനെ പിടിച്ചുകൊണ്ട് SDPI പോലുള്ള സംഘടനകൾ ആ സ്കൂളിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നു എന്നിരിക്കട്ടെ. ആ സ്കൂൾ 2 ദിവസത്തേക്ക് അടച്ചിടുന്നു എന്നിരിക്കട്ടെ. കേരളത്തിന്റെ ആരാധനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് അനുവദിക്കപ്പെടേണ്ടതാണ് എന്നുള്ള സർക്കുലർ ഇറക്കി മുമ്പോട്ട് കൊണ്ടുപോയാൽ നാളെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നിടത്ത് ഞങ്ങളുടെ ഭക്ഷണം ഹലാലാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഹലാൽ ഭക്ഷണം തന്നെ വേണം എന്നൊരു പേരന്റ് ആവശ്യപ്പെട്ടു എന്നിരിക്കട്ടെ. അത് നിരാകരിച്ചു എന്നിരിക്കട്ടെ വിദ്യാലയം. അവിടെ SDPI വീണ്ടും ചെന്നു എന്നിരിക്കട്ടെ. അത് വിദ്യാഭ്യാസ മന്ത്രി, അത് അവരുടെ അവകാശമാണ്, ഇവർ വീണ്ടും പറയുന്നു സർക്കുലറാക്കി ഇറക്കൂ. ആ സർക്കുലറും മുന്നോട്ട് പോയി എന്നിരിക്കട്ടെ. കുറെ കാലം കഴിയുമ്പോൾ അടുത്തിരിക്കുന്നവൻ കാഫിറാണ്, അതുകൊണ്ട് അവനൊപ്പം ഇരുന്ന് പഠിക്കാൻ എൻ്റെ കുട്ടി തയ്യാറല്ല എന്ന് പറയുന്നിടത്താണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്ന മതരാഷ്ട്രവാദം വീണ്ടും വരാൻ പോകുന്നത്. അപ്പോൾ ബോധപൂർവം അനുവദിച്ചു കൊടുത്ത് നമ്മുടെ രാജ്യത്തെ മതപരമായി പോളറൈസ് ചെയ്യാൻ ബോധപൂർവമായ ഒരു പരിശ്രമം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ എതിർത്തുകൊണ്ടുള്ള മൂവ്മെന്റുകളും ഉണ്ടാവും.
അത് എല്ലാം ഏത് തരത്തിലുള്ള മൂവ്മെന്റ് ആണെങ്കിലും നമ്മുടെ വിദ്യാലയങ്ങളിൽ അഭിലഷണീയമല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രീണന രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറണം. വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളായി തന്നെ ഇരിക്കട്ടെ, അവിടുത്തെ നിയമങ്ങൾ അവിടുത്തെ നിയമങ്ങളായി തന്നെ ഇരിക്കട്ടെ. ഒരു പ്രശ്നവുമില്ലാതെ നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് ബോധപൂർവമായ പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമം ഈ ജൂണിൽ ക്ലാസ് തുടങ്ങിയാണെന്ന് ആലോചിച്ചോണം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസം വരെ ഈ കുട്ടി നോർമൽ യൂണിഫോമിൽ വന്നിരുന്നിടത്ത് പെട്ടെന്ന് ആ കുട്ടിക്ക് തോന്നൽ വരുന്നു ഹിജാബ് ധരിക്കണം. അങ്ങനെ വന്നതുകൊണ്ടുണ്ടായ പ്രശ്നമാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ആ കുട്ടിക്കുണ്ടായ തോന്നലല്ല, അത് സംഘടിത മതമൗലികവാദ ശക്തികൾക്കുണ്ടായ തോന്നലാണ്. അതിന് അടിയറവ് പറയുന്ന നയം അങ്ങേയറ്റം അപകടകരമാണ്. നമസ്കാരം.